ഓക്കെ, കബാബ് ഉണ്ടാക്കോ? പിന്നെന്താ, നമുക്ക് ഉണ്ടാക്കാലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബീഫ് കഫ്ത കബാബ് ഉണ്ടാക്കാം. സിമ്പിൾ ആണ്, നമുക്ക് ഉണ്ടാക്കിയാലോ. വയോ. ആദ്യം തന്നെ ഫുഡ് പ്രോസസറിൽ കുറച്ച് ഉള്ളി, വെളുത്തുള്ളി, തക്കാളി, കുറച്ച് ആൽമണ്ട്സ് ഓർ ബദാം, നിങ്ങൾക്ക് ഏത് നട്ട്സ് വേണം എടുക്കാം, മല്ലിയില, മുളക് പൊടി, ചെറിയ ജീരകപ്പൊടി, ഏലക്ക, മല്ലിപ്പൊടി ആൻഡ് സ്ക്വീസ് ഓഫ് ലെമൺ, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് പെപ്പർ കോൺ ഓർ കുരുമുളക്. ഇതിനെ അടിച്ചുകൊണ്ട് ക്രഷ് ചെയ്ത് അങ്ങോട്ട് എടുക്കുക. ഞാൻ ഇവിടെ 1 കിലോ മിൻസ് ബീഫ് അല്ലെങ്കിൽ ഗ്രൗണ്ട് ബീഫാണ് എടുത്തത്. സാധാ ബീഫ് വാങ്ങിയിട്ട് കത്തി കൊണ്ട് അടിച്ച് ചമ്മന്തിയാക്കുക, അല്ലെങ്കിൽ മിക്സിയിട്ട് അരച്ചാലും മതി. ഓക്കെ, ഇതിനെ നമ്മൾ അടിച്ച് ക്രഷ് ചെയ്ത സാധനം നേരെ കൊണ്ട് മീറ്റിലേക്ക് ഇടുക. ഞാനിവിടെ ഒലിവ് ഓയിൽ യൂസ് ചെയ്ത്, നിങ്ങൾക്ക് ഏത് ഓയിൽ വേണം യൂസ് ചെയ്യാം. ഇതിനെ അല്ലാണ്ട് തിരുമ്പി പിടിച്ചങ്ങോട്ട് കുഴച്ചങ്ങോട്ട് നാലോണം കൂടെ മാരിനേറ്റ് ചെയ്ത് അങ്ങോട്ട് സെറ്റ് ആക്കി വെക്കുക. അതിന് ബാംബൂ സ്ക്യൂവേഴ്സോ സ്റ്റീൽ സ്ക്യൂവേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കോല് വെച്ച് മീറ്റ് അങ്ങോട്ട് ഇതേപോലെ അങ്ങോട്ട് വേച്ചങ്ങോട്ട് പിടിപ്പിക്കുക. ഇതിന് പെടപെടേന്ന് കൊണ്ട് ട്രയൽ വെക്കുക. ഞാൻ അവനിലാണ് ഗ്രില്ല് ചെയ്യുന്നത്, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ഗ്രില്ല് ചെയ്യാം. അവിടെ നമുക്ക് സാലഡ് ഉണ്ടാക്കാം. ഒരു പാത്രം എടുക്കുക. കുനുകുന ചോപ്പ് ചെയ്ത ഉള്ളി, കുനുകുന ചോപ്പ് ചെയ്ത ക്യൂക്കംബർ അല്ലെങ്കിൽ കക്കിരിക്ക, കുനുകുന ചോപ്പ് ചെയ്ത തക്കാളി, കുറച്ച് ചെറിയ ജീരകപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, സ്ക്വീസ് ഓഫ് ലെമൺ, ക്രഷ്ഡ് പെപ്പർ, കുനുകുന ചോപ്പ് ചെയ്ത മല്ലിയില. ഒരു കൈ കൊണ്ട് തിരുമ്പി പിടിച്ച് കുഴച്ചുകൊണ്ട് മിക്സ് ചെയ്യുക. നമ്മുടെ സാലഡ് റെഡി. ഇനി നമുക്ക് നമ്മുടെ യോഗട്ട് സോസ് ഉണ്ടാക്കണം. അതിന് യോഗട്ട് അല്ലെങ്കിൽ തൈര്, ക്രഷ്ഡ് പെപ്പർ, സ്ക്വീസ് ഓഫ് ലെമൺ, തുള്ളി ജീരകപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ഗാർലിക് ഗ്രേറ്റ് ചെയ്തിടുക. അതിന് നല്ല ഇളക്കി സെറ്റ് ചെയ്ത് നമ്മുടെ യോഗട്ട് സോസ്. അത് നമ്മളെ കാഫ്ത കബാബും കൂടെ സാധനം സെറ്റായി കണ്ടില്ലേ, പൊളിയായി. പ്ലേറ്റ് എടുത്തിട്ട് കുറച്ച് സാലഡും കൂടെ ഒരു പരത്തിയും കൂടെ സെറ്റ് ആക്കിയിട്ട് അതിലേക്ക് നമ്മളെ കബാബ് പടപടയെന്ന് കൂടെ ഇടുന്നു. സോ നമ്മളെ ബീഫ് കഫ്ത കബാബ് ഇസ് റെഡി. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് യോഗട്ട് സോസിൽ മുക്കി കഴിക്കാം. പക്ഷെ അല്ലെങ്കിൽ ഞാൻ വേറെ രീതിയും കൂടി കാണിച്ചു തരാം. ഏതെങ്കിലും ഒരു റാപ്പ് എടുക്കുക. ഇതിന് നമ്മളെ കബാബയിൽ വെക്കുക, കുറച്ച് സാലഡ് വെക്കുക, ഇതിന് നമ്മളെ യോഗട്ട് സോസും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിന് മടക്കി റാപ്പ് ചെയ്ത് കൂടെ സാധനം സെറ്റ് ആക്കുക. അതിന് നടു കൊണ്ട് കട്ട് ചെയ്താൽ കട്ടില്ലേ സാധനം പൊളിയില്ലേ. എന്നിട്ടൊരു പിടുത്തം കൊണ്ട് പിടിച്ചോണ്ടല്ലോ, സ്വർഗം. അതാണ് നമ്മുടെ ബീഫ് കഫ്ത കബാബ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് റാപ്പായിട്ടും കഴിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓല് പോലെയും കഴിക്കാം. എങ്ങനെ വേണമെങ്കിൽ കഴിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. ഈ റെസിപ്പി ട്രൈ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാം. എന്നാ പിന്നെ ഗൈസ്, ഓക്കെ, ബൈ.